തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് തൊഴിലാളികളുടെ സൂചനാ പണിമുടക്ക്. അധികൃതർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. സ്ത്രീകളടക്കം 200ഓളം തൊഴിലാളികളാണ് മണിക്കൂറുകളോളം പണിമുടക്കിയത്. ഹാൻസ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം ജില്ലയിലെ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് തൊഴിലാളികളാണ് അല്പസമയം മുമ്പ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സ്ഥാപനം ഒരുക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ 200ഓളം ജീവനക്കാരുടെ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടായത്. നിലവിൽ ജീവനക്കാർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് ശരിക്കും പ്രശ്നം? ഇവിടെ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഡെലിവറി ബോയ് ഒരു സാധനം എടുത്തപ്പോൾ കവർ പൊട്ടിപ്പോയത് അത് കംപ്ലൈന്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവർ ഗുണ്ടകളെ പോലെ പെരുമാറി. അതിൻ്റെ ഉള്ളിൽ നിന്ന് പിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ SMO അവർ ഗുണ്ടകളെ പോലെ ഷൗട്ട് ചെയ്യുക. ഇത് ഒരു ദിവസമായിട്ട് നടക്കുന്ന കാര്യമല്ല. നിരന്തരം ഈ പ്രശ്നങ്ങളായതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ സ്ട്രൈക്ക് എടുക്കാൻ തീരുമാനിച്ചത്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബാത്റൂം. നമ്മളിവിടെ 1.5 വർഷമായിട്ട് ഇവിടെ പെർമനന്റ് ബാത്റൂം വേണമെന്ന് ഇവരോട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ അടുത്ത മാസം ശരിയാക്കി തരാം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലേഡീസ് അടക്കം 10-200 റൈഡേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു പോഡാണിത്. അതിലുള്ള ഒരു ബാത്റൂം നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇവിടുത്തെ റെസ്റ്റ് ഏരിയയിലാണ് ഡംപ് കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്താണ് ഈ വേസ്റ്റായ ഡംപും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കുടിക്കാൻ തരുന്ന വെള്ളം ഒരു ഫിൽട്ടർ ചെയ്ത് തരുന്നതെന്ന് പറയുന്നു. ആ വെള്ളം കുടിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലൈസർ ആയ ആളാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ റേറ്റ് കാർഡിന്റെ പ്രശ്നം. നമ്മൾ പണ്ടൊരു ഓർഡർ നമുക്ക് 25 രൂപയാണ് തന്നിരുന്നത്. ഇപ്പം നമുക്കത് 15 ആക്കി. 15-ൽ നമ്മൾ 4 കിലോമീറ്റർ പോകുമ്പോൾ ആദ്യം ഒരു മാസം മുന്നേ തന്നിരുന്നത് 44 രൂപയാണ് നമുക്ക് തന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ 4 കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് 32 രൂപ തരുന്നത്. 10 ഓർഡർ എടുക്കുന്നതിന് 320 രൂപയാണ് ഏണിങ്സ് കിട്ടുക. ഈ 320 രൂപയിൽ 250 രൂപ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പോകണം. അപ്പം നമുക്ക് ഏണിങ്സ് ഇല്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ഇവരോട് സംസാരിച്ചിട്ട് ഇതിനൊരു പരിഹാരം ഇല്ലാതായ സമയത്താണ് നമ്മൾ ഈ സ്ട്രൈക്കിലേക്ക് പോയത്. സ്ത്രീകളടക്കം എത്ര ജീവനക്കാർ വരുന്നുണ്ട്? ഈ ജീവനക്കാരെന്ന് പറഞ്ഞാൽ 200-ന് മുകളിൽ ഈ ബോർഡിൽ മാത്രമേ ഉണ്ട്. സ്ത്രീകൾ ഒരു 10-20 പേര് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് ബാത്റൂം പോകാൻ പറ്റാത്തതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ സഹികെട്ട് ഡെലിവറി ബോയ്സ് എല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനം സ്ട്രൈക്കിലേക്ക് പോവാന്ന്. പിന്നെ പരിഹാരം ഇപ്പോൾ പോലീസ് വന്നിരുന്നു. പോലീസ് നമ്മളോട് സംസാരിച്ചത് ബാത്റൂമിന്റെ കാര്യം 1 മാസത്തിനുള്ളിൽ അവർ ശരിയാക്കി തന്നില്ലെങ്കിൽ അവർ മുഖേന അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം റെസ്റ്റ് ഏരിയയും വെള്ളവും അവർ നാളെ രാവിലെ അത് ശരിയാക്കിയിട്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ആ പയ്യന്റെ കാര്യം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. ഇവനാണ് മറ്റേ ആ ഇവനായിട്ടുള്ള പ്രശ്നം ഉണ്ടായ പയ്യൻ. അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ തങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി തരാം എന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദാനം. ക്യാമറാമാൻ രോഹിൻ രാജിനോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.